ഹായ് കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം കഥ കേൾക്കാൻ റെഡിയാണോ? ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ടോ കൂട്ടുകാർ? നമുക്ക് സ്വപ്നത്തെക്കുറിച്ചൊരു കഥ കേട്ടാലോ? കേൾക്കാം. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ 2 പേർ വിചിത്രമായ ഒരു പരാതിയുമായി എത്തി. ധനികനായ കനകറാമും പാവപ്പെട്ട കൃഷിക്കാരനായ ചമൻലാലുമായിരുന്നു ആ പരാതിക്കാർ. ഇരുവരും ചക്രവർത്തിയെ വണങ്ങി. എന്തു വേണം? ചക്രവർത്തിയുടെ ചോദ്യത്തിന് ഉത്തരമായി കനകറാം പറഞ്ഞു. തിരുമേനി, ഈ നിൽക്കുന്ന എൻ്റെ അയൽവാസിയായ ചമൻലാൽ എൻ്റെ കയ്യിൽ നിന്ന് 100 സ്വർണ്ണ നാണയങ്ങൾ കടം വാങ്ങിയിരുന്നു. ഇപ്പോൾ ഞാനത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ തിരിച്ചു തരുന്നില്ല. ഇയാൾ പറയുന്നത് ശരിയാണോ? ചമൻലാലിനെ നോക്കിക്കൊണ്ട് അക്ബർ ചോദിച്ചു. തമ്പുരാനെ, അടിയൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കനകറാമിൽ നിന്ന് 100 സ്വർണ്ണ നാണയം കടം വാങ്ങിയെന്ന്. അങ്ങനെ വാങ്ങിയ പണം കൊണ്ട് വിഭവസമൃദ്ധമായ ആഹാരവും കഴിച്ച് നല്ല വസ്ത്രവും ധരിച്ച് സന്തോഷമായി കഴിയുന്നതായുള്ള സ്വപ്നം. ആ സ്വപ്നത്തിൽ അനുഭവിച്ച സുഖവും അയവിറക്കിക്കൊണ്ട് ഇന്ന് അടിയൻ തെരുവിലൂടെ നടക്കുമ്പോൾ കനകറാമിനെ നേരിൽ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് അടിയൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറയാതിരിക്കാൻ അടിയന് കഴിഞ്ഞില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയ സ്വർണ്ണ നാണയങ്ങൾ പലിശ സഹിതം ഉടനെ തിരിച്ചു നൽകണമെന്ന ആവശ്യം. സങ്കടത്തോടെയുള്ള ചമൻലാലിൻ്റെ മറുപടി കേട്ട ചക്രവർത്തി കനകറാമിൻ്റെ മുഖത്തേക്ക് നോക്കി. തിരുമേനി, കടം വാങ്ങിയെന്ന് ഇയാൾ തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ തിരിച്ചു തരേണ്ടതല്ലേ? ധനികനായ കനകറാം ചക്രവർത്തിയോട് ചോദിച്ചു. ഈ പ്രശ്നത്തിനൊരു തീർപ്പുണ്ടാക്കാൻ അദ്ദേഹം സദസ്സിലുണ്ടായിരുന്ന ബീർബലിനോട് കൽപ്പിച്ചു. ഇത്രയും നേരം എല്ലാം കേട്ട് അനങ്ങാതെയിരുന്ന ബീർബൽ സാവധാനം എഴുന്നേറ്റ് കനകറാമിൻ്റെ അടുക്കലെത്തി ചോദിച്ചു. നിങ്ങൾ 100 സ്വർണ്ണ നാണയം ഈ നിൽക്കുന്ന ചമൻലാലിന് കടം കൊടുത്തിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ടെന്ന് ഇയാൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ബീർബലിൻ്റെ ചോദ്യത്തിന് കനകറാം നൽകിയ മറുപടി അതായിരുന്നു. സ്വല്പനേരം ആലോചിച്ച് നിന്ന ബീർബൽ കനകറാമിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇയാൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്നും തനിക്ക് നീതി ലഭിക്കുന്നില്ലെന്നോ? ചമൻലാൽ പാവം ആകെ വിയർത്തു. തനിക്ക് ലഭിക്കാൻ പോകുന്ന 100 സ്വർണ്ണ നാണയങ്ങളെക്കുറിച്ചോർത്ത് കനകറാം സന്തോഷിച്ചു. ചക്രവർത്തിക്ക് കൗതുകവും. തിരുമേനി, അടിയനൊരു പാവമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ദരിദ്രൻ. 100 സ്വർണ്ണ നാണയം പോയിട്ട് 1 നാണയം പോലും അടിയന് തിരിച്ചു നൽകാൻ കഴിവില്ല, ദയനീയമായി ചമൻലാൽ പറഞ്ഞു. ബീർബൽ മുഖത്ത് വിടർന്ന പുഞ്ചിരി മറച്ചു വെച്ചുകൊണ്ട് ചക്രവർത്തിയോട് അപേക്ഷിച്ചു. പ്രഭോ, ഖജനാവിൽ നിന്നും 100 സ്വർണ്ണ നാണയവും 1 കണ്ണാടിയും കൊണ്ടുവരുവാൻ അങ്ങ് കൽപ്പിച്ചാലും. അക്ബർ ഖജനാവ് സൂക്ഷിപ്പുകാരനെ വിളിച്ച് ബീർബൽ ആവശ്യപ്പെട്ട പോലെ ചെയ്യുവാൻ ആജ്ഞാപിച്ചു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിൽക്കെ രാജസേവകൻ കൊണ്ടുവന്ന കണ്ണാടിക്ക് മുന്നിൽ ബീർബൽ 100 സ്വർണ്ണ നാണയങ്ങൾ കൂട്ടിവെച്ചു. എന്നിട്ട് കനകറാമിനോട് ചോദിച്ചു. കണ്ണാടിക്ക് മുൻപിൽ ഞാൻ കൂട്ടിവെച്ച 100 സ്വർണ്ണ നാണയങ്ങൾ കണ്ണാടിയിലും കാണുന്നില്ലേ? കാണുന്നുണ്ട്. കനകറാമിൻ്റെ മറുപടി കേട്ട ബീർബൽ തുടർന്നു. ശരി, കണ്ണാടിയിൽ കാണുന്ന സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്തുകൊള്ളുക. കണ്ണാടിയിൽ കാണുന്ന പണമോ? അത് ഞാനെങ്ങനെ എടുക്കും? അത്ഭുതത്തോടെയുള്ള കനകറാമിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ബീർബൽ വിധിച്ചു. സ്വപ്നത്തിലെ കടം വീട്ടാൻ കണ്ണാടിയിൽ കാണുന്ന പണം ധാരാളം മതി. അതെടുക്കാൻ കഴിയില്ലല്ലോ. എടുത്തേ മതിയാവൂ, അല്ലെങ്കിൽ ദുരാഗ്രഹിയായ നീ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ബീർബൽ നൽകിയ തീർപ്പ് കേട്ട് അക്ബർ ചക്രവർത്തി സന്തോഷിച്ചു. അദ്ദേഹം കനകറാമിനെ നോക്കി സഗൗരവം ഇങ്ങനെ കൽപ്പിച്ചു. ഈ നിൽക്കുന്ന പാവത്തിനെ വഞ്ചിച്ച് 100 സ്വർണ്ണ നാണയങ്ങൾ തട്ടിയെടുക്കാൻ തുനിഞ്ഞ നീ ഇന്ന് തന്നെ ഇയാൾക്ക് 100 സ്വർണ്ണ നാണയം കൊടുക്കണം. കനകറാം ലജ്ജിച്ചു തലതാഴ്ത്തി. ചമൻലാലിൻ്റെ മുഖത്ത് സന്തോഷഭാവം കളിയാടി. ചക്രവർത്തി ഉൾപ്പെടെ എല്ലാവരും ബീർബലിൻ്റെ യുക്തിവൈഭവത്തെ വാനോളം പുകഴ്ത്തി. കൂട്ടുകാർക്കെല്ലാം സ്വപ്നത്തിൻ്റെ കഥ ഇഷ്ടമായോ? ഇതുപോലെ നിങ്ങളും സ്വപ്നം കാണാറുണ്ടോ? ശരി, ഇനി നമുക്ക് അടുത്ത കഥയുമായി വീണ്ടും കാണാം.